പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് തബിഷീർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിലവ് ചുരുക്കിയിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് പോണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞ് ബിൽഡപ്പ് ഇടാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഫിഷ് പോണ്ട് ഉണ്ടാക്കാനായി പോകുന്ന സ്ഥലത്തിന് ഉള്ളിലായിട്ടാണ്. ഇവിടെ നമ്മൾ 4 കുറ്റികൾ തറച്ചിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു കയറും കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ ഫിഷ് പോണ്ടിൻ്റെ ഫിനിഷിങ്ങിനും അതുപോലെ തന്നെ പണി എളുപ്പമാവാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് വെറുതെ 4 കുറ്റികൾ വന്ന് ചുറ്റി അടിച്ചിട്ട് അതുപോലെ തന്നെ കയറ് വന്ന് ചുറ്റിയതല്ല. നമ്മൾ അളവ് നോക്കി കോണളവൊക്കെ നോക്കിയിട്ട് ചെയ്തതാണ്. കോണളവ് എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള അളവും ഇതുവരെയുള്ള അളവും തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ആ ഒരു സ്ക്വയറല്ല ഒരു ചതുരം കറക്റ്റായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് കോലിച്ച് നിൽക്കും. അത് നമ്മളെ പോണ്ടിൻ്റെ ഫിനിഷിങ്ങിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ടച്ചോടുകൂടി ചെയ്യുമ്പോൾ നമ്മൾ പണി നല്ല രീതിക്ക് എളുപ്പമാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് എടുത്തിട്ട് കാര്യമില്ല. നമ്മളെ പണി സ്മാർട്ടാവാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി കൊത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ കൊത്താൻ ഉദ്ദേശിക്കുന്ന അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മുട്ട് മുതൽ അര വരക്കുള്ള അതിൻ്റെ ഏകദേശം ഒരു ലെവലിലാണ് നമ്മൾ കൊത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് കൊത്തിയെടുക്കേണ്ടതുണ്ട്. Time is over before you know you're older. So sober, alone, you getting my cold shoulder. You crying like it's rain, you causing all the pain. No closure, I'm colder. You getting nothing, Joker. Get down. Clock ticking, time is over before you know you're older. So sober, alone, you getting my cold shoulder. You crying like it's rain, you causing all the pain. No closure, I'm colder. You getting nothing, Joker. Get down. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു കുഴി കുഴിക്കുന്ന പരിപാടി 100% പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഏകദേശം ഒരു ദിവസത്തോളം എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കുഴി കുഴിച്ചത്. ദിവസം എന്ന് പറയുമ്പോൾ ഒരു 11 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മണി വരെ കുഴിച്ചിട്ടുണ്ട്. അതും കണ്ടിന്യൂസ് ആയിട്ടല്ല കുഴിച്ചത്. അതുകൊണ്ട് ഒരുപാട് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയി കുഴിക്കുകയാണെങ്കിൽ കുഴിക്കുകയും ചെയ്യരുത്. കാരണം നമ്മൾ മനുഷ്യനാണ് ഒന്നാമത് ടയേർഡായി പോകും. പിന്നെ നമ്മൾ ആദ്യമായിട്ട് കുറേ കാലം പണിയെടുക്കാതെ പെട്ടെന്നൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ പിന്നെ രാത്രിയൊക്കെ ശരീരത്തിനൊക്കെ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാകും. പിന്നെ തഴമ്പൊക്കെ പൊള്ളുകയാണെങ്കിൽ പൊട്ടാതെ സൂക്ഷിക്കുക. എൻ്റെ തണുപ്പൊക്കെ പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ വേദന ഉണ്ടാവും. നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് ഈ ഒരു വേലി ഉണ്ടല്ലോ, ഇതിനപ്പുറത്തായിട്ട് നമ്മൾ കല്ല് വെക്കുന്നുണ്ട്. ഒരു ചെങ്കല്ലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു നേരമൊക്കെ വെച്ചാൽ മതിയാവും. Ticking, time is over before you know you're older. So sober, alone, you getting my cold shoulder. You crying like it's rain, you causing all the pain. No closure, I'm colder. You getting nothing, Joker. Get down. കല്ലൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ വെട്ടുകല്ലാണ് നിരത്തി വെച്ചത്. നമ്മൾ നിരത്തി വെക്കുന്ന ഇൻ്റർലോക്കാന്നാണ് പറഞ്ഞത്. പക്ഷേ ഇൻ്റർലോക്കാണ് നമുക്ക് ഈ ഒരു ഇതിന് തന്നെ വേറൊരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർലോക്ക് എടുക്കാൻ വെട്ടുകല്ല് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തട്ടിക്കൂടി തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പണി കിടക്കാം. നമുക്ക് ഈ കയറിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ല. ഈ കയറൊക്കെ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അടുത്ത നമ്മളെ പണി എന്ന് പറയുന്നത്
ഈ ചാക്കുനൂല് കട്ട് ചെയ്തെടുക്കാനാണ്. ഇത് നമ്മളെ കുളത്തിൽ വിരിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ആൾക്കാരൊക്കെ ഈ നമ്മളെ ഷീറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ നീല കളറുള്ള ഷീറ്റ് കിട്ടാണ്ടല്ലോ മാർക്കറ്റിലൊക്കെ, അതാണ് സാധാരണ ആൾക്കാരൊക്കെ യൂസ് ചെയ്യല്. അതിന് ഏകദേശം ഒരു 600-700 രൂപ നല്ല സാധനത്തിനൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചിലവ് കുറയ്ക്കാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ നല്ല സ്ട്രോങ് ആണ്, ദീർഘകാലം നീണ്ടു നിൽക്കുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നമ്മളെ റേഷൻ കടയിൽ നിന്നാണ് നമ്മൾ ഇത് സാധനം ഒപ്പിച്ചത്. റേഷൻ കട പല കടയിലൊക്കെ ഈ സാധനം കിട്ടുന്നതാണ്. നമ്മൾ റേഷൻ കടയിൽ ചോദിച്ചപ്പോൾ അവർ ഫ്രീ ആയിട്ട് എടുത്ത് തന്ന്. ചിലർക്കാണെങ്കിൽ പൈസ മേടിക്കും. ഏതൊക്കെയാണ് ഒരു 20 രൂപ, അതിൽ കൂടുതലൊന്നും മേടിക്കില്ല. നമുക്കിതൊന്ന് മുറിച്ചെടുക്കേണ്ടതുണ്ട്. ഈ ഒരു കെട്ടി വരുന്ന ഭാഗം മുറിച്ചിട്ട് അത്രയും നല്ലത്. ഇത് നമുക്കൊരു ഷീറ്റ് പോലെ എല്ലാ ചാക്കുകളും ആക്കിയെടുക്കാനുണ്ട്. നമ്മൾ ആദ്യം ഷീറ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഭാഗം കട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ചെറിയൊരു ബുദ്ധി തോന്നിയത്. ഇതിന്മൊരു കെട്ട് തുന്നിയിട്ടുള്ളത് ഒരു പ്രത്യേകതരം ചങ്ങല കുത്തിലാണ്. അപ്പോൾ നമ്മൾ 2 നൂലുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലാണ് ഊരി പോരും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ലെവലിൽ മൊത്തം ഉള്ളത്, പിന്നെ ഇതുവരെ ഉള്ളതൊക്കെ അങ്ങനെയാണ് ഊരിയെടുത്തത്. സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെ എല്ലാ ചാക്ക് നമുക്ക് എത്ര ചാക്ക് ആവശ്യമുണ്ട് അത്രയും ചാക്ക് നമ്മൾ ഇതുപോലെ ഒരു ഷീറ്റ് രീതിയിലാക്കിയെടുക്കുക. ഫ്രണ്ട്സ്, നമ്മളിത് ചാക്ക് കട്ട് ചെയ്ത് മുഴുവനായി. അതുമാത്രമല്ല നമ്മളതിൽ വിരിച്ച് നോക്കുമ്പോൾ നമുക്ക് ചില പോരായ്മകളൊക്കെ ഉണ്ടാകും. ചില സ്ഥലത്ത് കൂടുതലും അതുപോലെ തന്നെ ചില സ്ഥലത്ത് തികയായ്മയൊക്കെ വരുന്ന സാധ്യതയുണ്ട്. നമ്മുടെ ഈ ഒരു കുളത്തിന് ഏകദേശം 6 ചാക്ക് കറക്റ്റാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചില ഭാഗത്തൊക്കെ കട്ട് ചെയ്തിട്ട് ചില ഭാഗത്ത് ആഡ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു ലെവലിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും വെള്ളം അടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഗ്രൗട്ടിൽ മുക്കിയിട്ട് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പണിക്ക് ഇറക്കാം. Taking time is over. Before you know you're older. So sober, alone, you getting my controller. You crying like it's rain. നമ്മളിപ്പോൾ സിമെന്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 കപ്പ് സിമെന്റിന് 1 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചാക്ക് മുക്കിയിട്ട് അതിൽ ഇവിടെ വെച്ചുകൊടുക്കാൻ പോകണം. അപ്പോൾ തന്നെ അത്യാവശ്യം കട്ടിയിട്ടും പിന്നെ അതിനുശേഷം നമ്മൾ തേച്ച് കൊടുക്കുന്ന വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നതാണ്. നമ്മളിത് സിമെന്റിൽ മുക്കാൻ പോകണം. ഞാൻ ഗ്ലൗ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഗ്ലൗ ഇട്ട് അത്യാവശ്യം നല്ല സേഫ്റ്റി ആണ്. സേഫ്റ്റി നമ്മൾ പ്രധാനം മെയിനായിട്ട്. Taking time is over. Before you know you're older. So sober, alone, you getting my controller. You crying like it's rain. ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കോട്ടിങ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയിൽ ഗ്രൗട്ട് ഉണ്ടാക്കുക. ഇതിനുശേഷം നമ്മൾ ഓരോ ഭാഗത്തിനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളതിന് തുറക്കിടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡബിൾ കോട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഡബിൾ കോട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം ഫില്ലാവാത്തത് കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡബിൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ആവുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എഡ്ജ് ഭാഗങ്ങളിലൊക്കെ ഡബിൾ കോട്ട് ചെയ്താലേ ഒരു ലീക്കില്ലാതൊക്കെ ഇരിക്കുള്ളൂ. നമ്മൾ ഡബിൾ കോട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗട്ട് കലക്കിയിട്ട് ജസ്റ്റ് ഈ ഒരു ബ്രഷ് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ സിമെൻറ്റ് എന്ന് വെച്ചാൽ എംസാൻഡും സിമെൻറ്റും കൂടിയും ഒരു കപ്പ് സിമെൻറ്റിന് ഒരു 7 കപ്പ് എംസാൻഡ് എന്നുള്ള റേഷ്യോയിൽ നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. കാരണം അങ്ങോട്ടൊക്കെ മഴവെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ലീക്ക് വരാനും അതുപോലെ തന്നെ ബൾജ് ചെയ്യാനുള്ളൊക്കെ സാധ്യത കൂടുതലാണ്. നമ്മൾ അതും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ്റർലോക്ക് നമ്മൾ ഇതിൻ്റെ മുകളിൽ മൊത്തത്തിൽ നിന്ന് വിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണി മുഴുവനായി കഴിയുന്നതാണ്.
ticking, time is over. Before you know you're older. So sober, alone, you getting my controller. You crying like it's rain. You causing all the pain. No closure, I'm colder. You getting nothing, Joker. Get down. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പണി ഫുള്ളായിട്ട് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. നമ്മുടെ ഇനി വെള്ളം നിറക്കാനും കൂടി പണിയുണ്ട്. നമ്മൾ മഴ ആയതുകൊണ്ട് നല്ല രീതിക്ക് പെട്ടുപോയി ഗൈസ്. അപ്പം മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ മഴ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഫുൾ ടൈം മഴയാണ്, എല്ലാ സ്ഥലത്തും മഴയാണ് പറഞ്ഞത്. അപ്പോൾ മഴ പെയ്തുകൊണ്ടുള്ള കുറച്ച് വെള്ളം ഇതിൽ കിടക്കുന്നുണ്ട്. വൺ ഡേ നമ്മൾ ഒന്ന് സിമെൻറ്റ് തേച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ചാടി കാണിച്ചു തരാം. അയ്യോ അവിടെ തവള എനിക്ക് പണ്ടേ പേടിയാണ് ഗൈസ്. തവള ഇതിലുണ്ട് ഇവിടെ തവള. അപ്പം ഇനി ഫുള്ളായിട്ട് നമ്മൾ വെള്ളം നിറയ്ക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടുണ്ടാകും. തവള ഇവിടെ ഉണ്ട്. ഇത് പണ്ടേ തവള പേടിയാണ്. ഇവിടെ തവള. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട അതൊരു ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഉപകാരപ്പെടാതെ ഇഷ്ടപ്പെട്ടതൊക്കെ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ കൂടെ ഷെഫീഖ് ഉണ്ട്, അതുപോലെ തന്നെ കുഞ്ഞൊക്കെ ഉണ്ട്. എൻ്റെ പേര് തബ്ഷീർ. അപ്പോൾ ബൈ, മറ്റൊരു വീഡിയോ ഇനി കാണാം. ഫ്രണ്ട്സ്, ഒരു കാര്യം കൂടി പറയണ്ട, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളം നിറച്ചതിന് ശേഷം അതിനെ മീനിനെ കൊണ്ടൊന്നും ഇടരുത്. അത് പെട്ടെന്ന് മീൻ ചാവാൻ സാധ്യത ഉണ്ട്. നമ്മളിത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ അതുണ്ടല്ലോ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും, 20 രൂപയുള്ളൂ. അത് നമ്മൾ കലക്കിയ വെള്ളം ഇതിൽ ഒഴിച്ച് വെക്കണം. ഒരു 2 ദിവസം കൂടെ അങ്ങനെ ഒഴിച്ച് വെക്കണം. അന്നേരം അപ്പോൾ അണുക്കളൊക്കെ ചത്തുപോകാൻ നല്ല സാധ്യത ഉണ്ടാവും ഒഴിച്ചതിന് ശേഷം. അതിനുശേഷം പിന്നെ നല്ല വെള്ളം നിറച്ചതിന് ശേഷം മീനിടാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ബൈ. പിന്നെ നമ്മളെ ഈ ഇതിൽ കുറേ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നന്ദി. അപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്നും ഇങ്ങനെ ഫിനിഷ് ആവില്ലായിരുന്നു. കുറേ ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നന്ദിയുണ്ട്. ബൈ ഗൈസ്. നല്ലൊരു വീഡിയോ മെയിനിങ് ആണ്.